രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം CR മഹേഷ് അദ്ദേഹത്തെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു സൂചനയായിരിക്കും അത്. സൂചന എന്നൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, CR മഹേഷ് ഗൂഢാലോചന, അങ്ങനെ വലിയ രീതിയിൽ എന്തോ ഒരു സംഭവം, അവർ തമ്മിൽ എന്തോ ദുരൂഹതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. എന്തിനാണ്? രണ്ടുപേരും നിയമസഭയിൽ ഉണ്ടായിരുന്നവർ, കോൺഗ്രസിൻ്റെ മുൻനിര പോരാളികളായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അതേപോലെ തന്നെ CR മഹേഷ് ആണെങ്കിലും, രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗിക പീഡന ആരോപണം വരുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത ആരോപണം വരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. അദ്ദേഹം ശുദ്ധി കലശം ചെയ്തിട്ട് തിരിച്ചു വരട്ടെ എന്ന് VD സതീശൻ വരെ പറയുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാർട്ടിയിലേക്ക് വരാനുള്ള എല്ലാ വഴികളുമുണ്ട്. വഴികൾ എപ്പോഴാണ്? എതിരാളികളുടെ മുന്നിൽ ആ ഒരു ആരോപണ വിധേയൻ എന്നൊരു ടാഗ് ലൈൻ എപ്പോഴും ഉണ്ടാവും. രാഹുലിനെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴുമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഹുലിൻ്റെ സംസാര ശൈലി, രാഹുൽ എങ്ങനെ ആളുകളെ കൺവിൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൊണ്ടാണ്. നമ്മൾ ഇപ്പോൾ ചാനൽ ചർച്ചകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഡിബേറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇത്ര പവർഫുള്ളായി വന്നിരുന്ന് എതിരാളിയെ അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലേക്ക് സംസാരിക്കാൻ ആരുമില്ല. എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ പുറകെ പോയി. ഇപ്പോൾ സംസാരിക്കുന്ന പലരും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിരുന്നു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നു. വളരെ മനോഹരമായിട്ട് രാഹുൽ അത് അവതരിപ്പിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ അത് കോറിയിടുന്ന രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് ചർച്ചകൾ തന്നെ പോയി. സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ്സിൽ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധ ചെലുത്തുന്ന രീതിയിലേക്ക് പോയി. നേതാക്കന്മാർ തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് പോയി. കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ട് മാറി. ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് ക്യാപ്സ്യൂളുകൾ ഇടാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവർ കൃത്യമായിട്ട് അത് കൊടുക്കുമ്പോൾ പാട്ടുകളാണെങ്കിലും ഡിബേറ്റുകളാണെങ്കിലും ഓരോ വാക്കുകൾ, ഇപ്പോൾ സ്വരാജിൻ്റെയൊക്കെ വാക്കുകൾ കൃത്യമായിട്ട് BGM ഇട്ട് അത് അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാർട്ടിക്ക് കഴിയും. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ്സിൽ ഈ ഗ്രൂപ്പ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഒരാളെ പൊക്കുന്നതും മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഈക്വലായിട്ട് പൊക്കുന്ന ആരുമില്ല താനും. അതുകൊണ്ട് എന്താണ്, ആകെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ എല്ലാവരും ഇടും, ഉമ്മൻചാണ്ടിയുടെ ഇടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അപ്പം ആ രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെയും എല്ലാവരും അവരുടെ പോസ്റ്റുകളിലാണെങ്കിൽ പോലും ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് പോയി. പിന്നീട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ രാഹുലിന് മാധ്യമ ശ്രദ്ധ കിട്ടുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാവിലെ വെളുപ്പിനെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യം. എന്തിനാണ്? സെക്രട്ടേറിയറ്റിലേക്ക് സമരം ചെയ്തതിന് വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്ത് വരുന്നൊരു നേതാവാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നൊരു സമയമായി. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷമാണ് സമരം നടത്തുന്നത്. വളരെ ശക്തമായിട്ടുള്ളൊരു സമരമായിരുന്നു. ആ സമരത്തിൽ അദ്ദേഹം വളരെ നന്നായിട്ട്, ഇപ്പോൾ ആ സമരം ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സമരത്തിൻ്റെ ഫോട്ടോകൾ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ പോലീസുകാരുടെ ഇടയിൽ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ളൊരു സമരം തന്നെയായിരുന്നു. സെക്രട്ടേറിയറ്റ് കണ്ടതിൽ വെച്ച് മികച്ച സമരങ്ങളൊന്നായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു. 9 ദിവസം ജയിലിലിട്ടു. ഈ 9 ദിവസവും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഒരു ഫാക്ടറായിട്ട് മാറി. ഇപ്പോൾ എല്ലാ ദിവസവും രാഹുലിന് എന്ത് സംഭവിച്ചു, രാഹുൽ രാവിലെ എന്താണ് കഴിച്ചത്, ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത് വലിയ രീതിയിൽ പ്രശസ്തി ഉണ്ടായി. പിന്നീട് രാഹുലിനെ ജയിലിൽ നിന്ന് നടക്കുന്ന സാഹചര്യം, ഞാനും അന്ന് അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു ജനാവലി, ആൾക്കൂട്ടം, എല്ലാ നേതാക്കന്മാരും വരുന്നു. ദേശീയ തലത്തിൽ നിന്ന് വരെ നേതാക്കന്മാർ വരുന്നു. മാലയിട്ട് രാഹുലിനെ ജയിലിൽ നിന്നും എടുത്തിറക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം. അങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയൊരു ജനശ്രദ്ധ കിട്ടുന്ന ഒരാളായിട്ട് രാഹുൽ മാങ്കൂട്ടം മാറി. പിന്നീട് അദ്ദേഹത്തിനെ പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിഷയങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് രാഹുൽ മാങ്കൂട്ടം കയറി വരുന്നു. പാലക്കാട് ചരിത്ര ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നത്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചില ചെയ്വനകൾ അദ്ദേഹത്തിന് വിനയായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. രാഹുൽ ഇപ്പോഴും പാർട്ടിയിലേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാണ്? രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി വരണം. ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. പൊതുപ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ചില മര്യാദകളുണ്ട്. ഇപ്പോഴും ജനസമൂഹം നോക്കിക്കാണുന്ന ചില കാര്യങ്ങളുണ്ട്.
അപ്പോൾ മര്യാദകളുടെ സീമ ലംഘിച്ചു എന്നാണ് പൊതുജനങ്ങൾ വിലയിരുത്തുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു കേസ് വരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കേസ് വരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കേസ് വരുന്നു. അങ്ങനൊരു സാഹചര്യം. സ്വാഭാവികമായിട്ടും ഒരു വശത്തെ രാഹുലിനെ സംരക്ഷിക്കാൻ ഒരു കൂട്ടർ, ഒരു വശത്തെ രാഹുലിനെ പുറത്താക്കാൻ വേണ്ടി ഒരു കൂട്ടർ. അങ്ങനെ രാഹുൽ അവസാനം പാർട്ടിക്ക് പുറത്തേക്ക് വന്ന ഒരു സാഹചര്യമാണ്. കാരണം ഒരു പാർട്ടിയാണ് രാഹുൽ മാങ്കൂട്ടം. അവിടെ ന്യായീകരിക്കാൻ ആരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ആ തീവ്രത ഇളക്കാനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത എത്ര ഉണ്ടെന്ന് സ്കെയിൽ വെച്ച് അളക്കാനോ ഒന്നും ആരും പോയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടമല്ല പാർട്ടി. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമല്ല, വേറെയും ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എത്രയോ പ്രവർത്തകൻ മാത്രമാണ് രാഹുൽ, ഒരു പ്രവർത്തകൻ മാത്രമാണ്. വേണമെങ്കിൽ ഒരു നേതാവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത നേതാവൊന്നുമല്ല. അപ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. രാഹുൽ ഇനി തിരിച്ചു വരണമെങ്കിൽ രാഹുൽ തന്നെ വിചാരിക്കണം, രാഹുൽ ഇത് ഞാൻ തെറ്റുകാരനല്ല എന്ന് സമൂഹത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് വരാം. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് CR മഹേഷ് എന്തിനാണ് കാണാൻ പോയത്? ജനകീയ മുഖമാണ് CR മഹേഷ്. കരുനാഗപ്പള്ളിയിലെ ജനപ്രിയനായിട്ടുള്ള നേതാവാണ്. ഇപ്രാവശ്യവും ഭൂരിപക്ഷം വളരെയധികം പോകുമെന്നാണ് കരുനാഗപ്പള്ളിക്കാർ വിശ്വസിക്കുന്നത്. അവിടുത്തെ CPM-മാർ പോലും CR മഹേഷിന് വോട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ ചരിത്ര ഭൂരിപക്ഷം, ഇത്തവണ അതിലും വലിയ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് കരുനാഗപ്പള്ളിയിൽ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ചു. സാധാരണപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്ന ഒരു മമതയുണ്ട്, ഒരു സ്നേഹമുണ്ട്. അതാണ് ഒരു ജനപ്രതിനിധിയെ മറ്റൊരു രീതിയിലേക്ക് എത്തിക്കുന്നത്. അപ്പം എന്തു തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ നമ്മുടെ CR മഹേഷ് പോയിക്കൊണ്ടത് വലിയ വിവാദമാക്കി കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഈ ഷാഫി പറമ്പലിൻ്റെ ഒരു വലത് കൈയാണ് രാഹുൽ മാങ്കൂട്ടം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇടിച്ചു താത്തുമ്പോൾ അത് ഷാഫിയെ വെട്ടാനുള്ള ഒരു ആയുധമാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിപ്പോഴല്ല, ഷാഫിയെ ഇവർക്കെല്ലാം മുന്നും ഷാഫി പറമ്പിലായിരുന്നു. കാരണം ഷാഫി പറമ്പലിന് കിട്ടുന്ന ഒരു ഹെഡ് മാസ്റ്റർ, അതായത് ഹെഡ് മാസ്റ്റർ എന്നാണ് ഷാഫി പറമ്പലിനെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 19 മണ്ഡലങ്ങളിൽ ഓടി നടന്ന് പ്രചരണം നടത്തിയ ഒരാളാണ് ഷാഫി പറമ്പിൽ. അവിടേക്ക് വന്ന ജനക്കൂട്ടം നോക്കൂ, ആരവം നോക്കൂ. ഷാഫിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഷാഫി പറമ്പിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ ഓടിക്കൂടുന്നുണ്ട്. ഷാഫിയെ തകർക്കാനാണ് ആദ്യം നോക്കിയത്. ഇപ്പോൾ കൂടെ നിന്ന് രാഹുലിനെ ആദ്യം കിട്ടി, രാഹുലിനെ അടിച്ചു. അതിനുശേഷം ഇപ്പോൾ പാലക്കാട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പിഷാരടിയാണ് മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ആർക്കെതിരെയാണ് തിരിഞ്ഞത്? ഇതെല്ലാം ഷാഫി പറമ്പിൽ കാരണമാണ്. ഷാഫി പറമ്പിൽ മത്സരിക്കുന്നില്ലടേ. ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയുടെ MP ആണ്. ഇപ്പോഴും ഷാഫിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്, ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷം. അപ്പോൾ അതാണ് പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാഫി ഒരു ഫാക്ടറാണ്. ഷാഫിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. ഇപ്പോൾ CR മഹേഷിനെ, ഇപ്പോൾ രാഹുലിനെ വെച്ചുകൊണ്ട് രാഹുൽ ആരോട് പോയി സംസാരിച്ചു കഴിഞ്ഞാലും അവർക്കെല്ലാം രാഹുലിൻ്റെ ഗർഭത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ രാഹുലിനെ ഭയപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്തരത്തിൽ രാഹുൽ അയാളെ കണ്ടു ഇയാളെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടിയിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഭയമാണ്. ഇന്ന് രാഹുൽ പാർട്ടിയിലില്ലാത്ത ഒരാളാണ്. പിന്നെ എന്തിനാണ് അയാളെ പുറകെ നടന്ന് ആക്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ പാർട്ടിക്ക് പുറത്താണ്. പക്ഷേ അദ്ദേഹം സ്വന്തമായിട്ട് വന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം രാഹുൽ വരുന്നത് ചില ആളുകൾ ഭയക്കുന്നുണ്ട്, ചില ആളുകളല്ല, എതിർ ചേരിയുള്ള ഭൂരിഭാഗം ആളുകളും ഭയക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഒരു തീപ്പൊരി നേതാവായിരുന്നു.